ഗുഡ് മോർണിംഗ്. നമ്മൾ എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ പാഠത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോളിഡ്സിൽ തന്നെ എന്തായാലും ഇതുപോലൊരു ഫിഗർ വരും. ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. കാരണം 5 മാർക്കിന് അതായത് 2-3 ഫിഗേഴ്സ് നമ്മൾ പഠിച്ചിട്ടുള്ള സിലിണ്ടർ, ഹെമിസ്ഫിയർ അല്ലെ കോൺ ഇതെല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിട്ട് സിംഗിൾ ഫിഗർ ആക്കി തന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാൻ ഇതിലെ കപ്പാസിറ്റി കാണാൻ ചോദിക്കും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് ചെയ്ത് പഠിക്കുക തന്നെ വേണം. A petrol tank is in the shape of a cylinder with 2 hemispheres of the same radius as the base of the cylinder attached to both ends. If the total length of the tank is 5 meters and the base radius of the cylinder is 1 meter, how many liters of petrol can hold it? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ, ഇതിന് എത്ര ലിറ്റർ പെട്രോൾ കൊള്ളാൻ പറ്റും. അതായത് ഒരു പെട്രോൾ ടാങ്ക് ഒരു സിലിണ്ടറിന്റെ രണ്ടറ്റത്ത് ഹെമിസ്ഫിയർ അറ്റാച്ച് ചെയ്ത പോലെയാണ്. അതാണ് വരച്ചിരിക്കുന്നത്. ഒരു സിലിണ്ടർ അതിൻ്റെ അറ്റത്ത് 2 ഹെമിസ്ഫിയർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന അളവ് എഴുതാൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് 5 മീറ്റർ എന്നും പിന്നെ റേഡിയസ് തന്നിട്ടുണ്ട് 1 മീറ്റർ. എപ്പോഴും നിങ്ങൾ തന്നിട്ടുള്ള അളവ് എടുത്തെഴുതണേ. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നിൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ വോളിയം, അല്ലെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് എത്ര കൊള്ളും, അല്ലെങ്കിൽ ഇതിൻ്റെ വോളിയം എന്താണ്, എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? വോളിയം തന്നെയാണ്. വോളിയം തന്നെ ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല, കപ്പാസിറ്റി എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പം അന്നേരം നിങ്ങൾ എന്താ കണ്ടുപിടിക്കണം? ഒന്നുമില്ല, വോളിയം അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വോളിയം കണ്ടുപിടിക്കാൻ തന്നെ ഇവിടെ എന്നൊക്കെ ഫിഗർ ഉണ്ടോ ആ ഫിഗറിൻ്റെ എല്ലാം കൂടെ വോളിയം കണ്ടിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ഇവിടെ എന്തൊക്കെ ഫിഗറാണ് ഉള്ളത്? ഒന്നൊരു സിലിണ്ടർ, പിന്നെ 2 ഹെമിസ്ഫിയർ. അപ്പം ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുക, പിന്നെ ഹെമിസ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുക. എന്നിട്ട് ഇൻഡ്യൂ ചെയ്താൽ മതി. ഇവിടെ 2 ഹെമിസ്ഫിയർ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിയറിന്റെ, അതായത് 2 ഹെമിസ്ഫിയർ ചേരുമ്പോൾ ഒരു സ്പിയർ ആകുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒന്നീ 2 ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആദ്യം ഞാൻ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കുകയാണ്. വോളിയം ഓഫ് സിലിണ്ടറിന്റെ ഫോർമുല തന്നെ πr². ഫോർമുലാസ് കണ്ടുപിടിക്കണം. അവിടെ ഒരു കോംപ്രമൈസും ഇല്ല. ഫോർമുലാസ് എല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, π × r എത്രയാണ്? റേഡിയസ്. സിലിണ്ടറിന്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് 1². ഇനി ഹൈറ്റ് മാത്രം ഒരു സംശയമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എഴുതി വെക്കാം 5 മീറ്റർ. മിക്കവർക്കും പറ്റുന്നതാണ് 5 മീറ്റർ ഒറ്റയടിക്ക് എഴുതി വെക്കും. അപ്പം 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അവർ നേരിട്ട് തരുമോ? ഇല്ല. അപ്പൊ ചില ഇതെന്തെങ്കിലും അവരതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നോക്കി, ഇത് മൊത്തം എത്രയാണ്? 5. ഇനി ഇവിടെ ഒരു സിലിണ്ടർ, ഇവിടെ ഒരു ഹെമിസ്ഫിയർ, ഇവിടെ ഒരു ഹെമിസ്ഫിയർ. അപ്പൊ ഇതിൻ്റെ കുറയ്ക്കണ്ടേ? ബാക്കിയെല്ലാം സിലിണ്ടറിന് വരത്തുള്ളൂ. അപ്പൊ മൊത്തം 5 ആണ്. ഇനി ഇവിടെ ഹെമിസ്ഫിയറിന്റെ എത്രയായിരിക്കും? ഈ ലെങ്ത് എത്രയായിരിക്കും? ഇതെന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് ആണ് അല്ലേ? സ്പിയർ അതിന്റെ പകുതിയല്ലേ വന്നേക്കുന്നത്. അപ്പൊ ഇതെന്നായിരിക്കും റേഡിയസ്. ഈ റേഡിയസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഇത് ഈ സിലിണ്ടറിൽ അറ്റാച്ച് ചെയ്തേക്കുന്നുണ്ട്. സിലിണ്ടറിന്റെ റേഡിയസ് തന്നെയായിരിക്കും ഹെമിസ്ഫിയറിന്റെ റേഡിയസ്. അപ്പൊ എത്രയാണ്? ഇവിടെ 1, ഇവിടെ ഉണ്ട് 1. 1 + 1 2 = 3 മീറ്റർ. കണ്ടോ? അപ്പൊ സിലിണ്ടറിന്റെ ലെങ്ത് എത്രയായിരിക്കും? 3 മീറ്റർ. അപ്പൊ എച്ചിന്റെ സ്ഥാനത്ത് എന്നാ കൊടുക്കാം? 3. അപ്പൊ 3π അല്ലെ? 1ന്റെ സ്ക്വയർ 1 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m³ എന്ന് വരും. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട വോളിയം ഓഫ് ഹെമിസ്ഫിയർ = എന്താണ്? 2/3 πr³ അല്ലെ? 2/3 πr³ എന്നല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഒറ്റ സ്പിയർ കണ്ടുപിടിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫോർമുല, സ്പിയറിന്റെ ഫോർമുല തന്നെയാണ് 4/3 πr³. ഇനി ഇവിടെ വാല്യൂസ് കൊടുത്തേ. 2/3 × π × റേഡിയസ് എത്രയാണ്? 1 ആണ്. നമ്മൾ കണ്ടുപിടിച്ചു. = എന്നാ വരും? 2/3 π m³ എന്ന് കിട്ടും. ഇതൊരു ഹെമിസ്ഫിയർ ആണ്. അപ്പൊ വോളിയം ഓഫ് 2 ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2/3 π = 2 × 2 എന്നാണ് 4/3 πm³ എന്ന് കിട്ടി. തീർന്നു ഇവിടെ. ഇല്ല, ടോട്ടൽ വോളിയം കണ്ടുപിടിക്കണം. ഇനി ടോട്ടൽ വോളിയം ആണ് നമ്മുടെ ടാങ്കിന്റെ വോളിയം. ഇനി ടോട്ടൽ വോളിയം എന്ന വോളിയം ഓഫ് ടാങ്ക് എന്ന് എഴുതിയാൽ മതി. അപ്പൊ 3π + 4/3 π ഇത്രയാണ് ഇതിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് രണ്ടിടത്തും കോമൺ ആയിട്ട് എന്നാ ഉണ്ട്? π ഉള്ളത് കൊണ്ട് π ഞാൻ വെളിയിലെടുത്തു. ബാക്കി ഇവിടെ എന്നാണ്ട് π പോയി കഴിഞ്ഞാൽ 3, ഇവിടെ എന്നാണ്ട് π പോയി കഴിഞ്ഞാൽ 4/3. ഇനി ഇതൊന്ന് ആഡ് ചെയ്യണം. ചുമ്മാ ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരെണ്ണം ഫ്രാക്ഷൻ ആണ്, ഒരെണ്ണം
ഹോൾ നമ്പർ അല്ല, കൗണ്ടിങ് നമ്പേഴ്സാണ്, നമ്പറാണ്. അപ്പോൾ ഇത് രണ്ടും ചുമ്മാ ഒന്നും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് നിയമങ്ങളുണ്ട്. ഇതിനെ കൂടെ നമ്മൾ എന്താക്കി മാറ്റണം? ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അത് മാത്രം ഞാൻ ചെയ്ത് കാണിക്കാം. നോക്കിയേ, ഏതൊരു സംഖ്യയ്ക്കും ഡിനോമിനേറ്ററായിട്ട് എന്ത് കിടക്കുന്നുണ്ടായിരിക്കും? 1 ഉണ്ടായിരിക്കും. നമ്മളത് എടുക്കാറില്ല. അതായത് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്റർ എന്താണ്? 1 എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ 1 ഇടുക. എന്നിട്ട് രണ്ടിന്റെയും ഡിനോമിനേറ്റർ, അതായത് നമ്മൾ ഫ്രാക്ഷൻ അഡീഷൻ ചെയ്യുമ്പോഴത്തേക്കും രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. ഇവിടെ ഒന്ന് 1ഉം ഒന്ന് 3ഉം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സെയിം ആക്കാൻ വേണ്ടി നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഞാൻ പറയുകയാണ്, ഇതിന്റെ ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. എങ്ങനെ ചോദിച്ചാൽ, ഈ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും കൂടെ ഇൻറ്റു ചെയ്യുക, ഇവർ തമ്മിൽ ഇൻറ്റു ചെയ്യുക, ഈ ന്യൂമറേറ്ററും ന്യൂമറേറ്ററും കൂടെ പിന്നെ എന്ത് ചെയ്യുക? രണ്ട് ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ ഇൻറ്റു ചെയ്യുക. ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയേ, പൈ ഇവിടെ വെളിയിൽ കിടക്കട്ടെ. ഈ 3യും 3യും കൂടി ഇൻറ്റു ചെയ്തേ. 3 × 3 9 പ്ലസ് 4 × 1 4. ഇതിൻ്റെ ഡിനോമിനേറ്റർ തമ്മിൽ 3 ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു എത്ര വരും? 13/3 എന്ന് വരും. മനസ്സിലായല്ലോ? ഫ്രാക്ഷൻ അഡീഷൻ വന്നിരിക്കുന്നത്, അഡീഷനും സബ്ട്രാക്ഷനും എല്ലാം സെയിം പോലെയാണ്. എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മാത്രമേ നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഈ പ്രശ്നമൊന്നുമില്ല. ഇവർ അഡീഷനും സബ്ട്രാക്ഷനും മാത്രം ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ഇൻഡ്യൂ ചെയ്യുക. ഇവരെ ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്, പിന്നെ ഇവർ തമ്മിൽ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിവിടെ കപ്പാസിറ്റി എത്ര ലിറ്റർ എന്ന് ചോദിച്ചിട്ടുള്ളത് പൈയുടെ വാല്യൂ ഇട്ട് ഇൻറ്റു ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് പൈയുടെ വാല്യൂ 3.14 × 13/3. ആദ്യം ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാമോ? 40.82/3 ചെയ്യുക. അപ്പം 40.82 ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ പൈയുടെ വാല്യൂ ആണ് 13.660 m³ എന്ന് കിട്ടി. നമുക്കിത് വേണ്ടത് മീറ്റർ ക്യൂബിലല്ല, നമുക്ക് ലിറ്ററിലാണ് വേണ്ടത്. ലിറ്ററിലാക്കാൻ, മീറ്റർ ക്യൂബിനെ ലിറ്ററിലാക്കാൻ ×1000. ഓക്കെ, ഇതിനെ ×1000 ചെയ്യുക. അപ്പോൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് എളുപ്പവഴി എന്താണ്? പോയിന്റുള്ള സംഖ്യയുണ്ട്, എത്ര സ്ഥാനം, എത്ര സീറോ ഉണ്ട് അത്രയും സ്ഥാനം നമ്മൾ റൈറ്റിലോട്ട് മാറ്റുക. ഇവിടെ നിന്ന് മാറ്റിക്കേ. 1 2 3 പോയിന്റ് എവിടെ വന്നു? ഇവിടെ വന്നു. എവിടെ ആവശ്യമില്ല, ഇത്രയും ലിറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുന്ന പോയിന്റ് തൊട്ട് ഇവിടെ 3 സീറോ ഉള്ളതുകൊണ്ട് 3 സ്ഥാനം 1 2 3 ഈ പോയിന്റ് ഇപ്പുറത്ത് വരും, ഇവിടെ വരും. ഇത്രയും ലിറ്റർ എന്നാണ് കിട്ടുന്നത്. സിമ്പിൾ ആയിട്ടുള്ളതാണ്, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ ഈ ഫോർമുലാസ് എല്ലാം കറക്റ്റ് എഴുതി ചെയ്ത് വെക്കുവാണെങ്കിൽ പൈയുടെ വാല്യൂ കൊടുക്കണം കേട്ടോ. എല്ലാത്തിനും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇതുപോലെ ലിറ്റർ കപ്പാസിറ്റി, ലിറ്റർ എത്ര ലിറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററിലാക്കണമെങ്കിൽ പൈയുടെ വാല്യൂ കൂടെ കണ്ടാലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുക. സിമ്പിളാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.